SIR-ൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കേരളം കത്തയച്ചു. എന്യൂമറേഷൻ ഫോമുകൾ സമർപ്പിക്കാനുള്ള തീയതി നീട്ടണമെന്നും 25 ലക്ഷം പേർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടെന്നും ചീഫ് സെക്രട്ടറി കത്തിൽ അറിയിച്ചു. തിരുവല്ല MLA മാത്യു ടി തോമസ്, മുൻ MLA രാജാജി മാത്യു, മുൻ DGP രമൺ ശ്രീവത്സവ തുടങ്ങിയവർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു. ചില ബൂത്തുകളിൽ വിവരം ശേഖരിക്കാൻ കഴിയാത്ത വോട്ടർമാരുടെ എണ്ണം അസാധാരണമായി ഉയർന്നു. ഇത് ഗൌരവത്തോടെ പരിശോധിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നു. വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. വിജിൻ, വീണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കേരളം കത്തയച്ചിരിക്കുകയാണ്. എന്താണ് കത്തിന്റെ പൂർണ്ണരൂപം? എന്തൊക്കെ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്? അമൃത, 19-ാം തീയതിയാണ് എന്യൂമറേഷൻ ഫോമുകൾ തിരിച്ചു നൽകാനുള്ള അവസാന തീയതിയായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുകയും ആ സമയം അവസാനിക്കുകയും ചെയ്തിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് എന്യൂമറേഷൻ ഫോമുകൾ സമർപ്പിക്കാനുള്ള തീയതി നീട്ടണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയത്. 25 ലക്ഷത്തോളം പേർ പട്ടികയിൽ നിന്ന് നിലവിൽ പുറത്തായിട്ടുണ്ട്. തെറ്റുകൾ ചൂണ്ടിക്കാട്ടി ഓരോ കാര്യങ്ങളും വ്യക്തമാക്കിയാണ് ചീഫ് സെക്രട്ടറി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ കത്ത് നൽകിയിട്ടുള്ളത്. വിതരണം ചെയ്യാത്ത ഫോമുകളുടെ വിശദാംശങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടില്ല. 2025 പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവർക്കും ഫോം ലഭിച്ചിട്ടില്ല. മാപ്പിംഗ് പ്രക്രിയ പൂർണ്ണമായിട്ടില്ല. ചില ബൂത്തുകളിൽ വിവരം ശേഖരിക്കാൻ കഴിയാത്ത വോട്ടർമാരുടെ എണ്ണം അസാധാരണമായി ഉയർന്നിട്ടുണ്ട് എന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ഈ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ബൂത്ത് അടിസ്ഥാനത്തിലും ഒപ്പം തന്നെ നിയമസഭാ മണ്ഡലം അടിസ്ഥാനത്തിലും പട്ടിക പ്രസിദ്ധീകരിക്കണമെന്നുള്ള ആവശ്യമാണ് ചീഫ് സെക്രട്ടറി കത്തിൽ ഉന്നയിക്കുന്നത്. ഇത്തരം 25 ലക്ഷത്തോളം പേർ പട്ടികയിൽ നിന്ന് പുറത്തായത് അത് ഗൗരവത്തോടെ കാണണമെന്നുള്ള ഒരു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ള ആവശ്യവും ചീഫ് സെക്രട്ടറി കത്തിൽ പറയുന്നുണ്ട്. എന്തായാലും നേരത്തെ ചില മണ്ഡലങ്ങളിൽ BJP അനുകൂലമെന്ന് BJP തന്നെ പറയുന്ന മണ്ഡലങ്ങളിൽ വ്യാപകമായി വോട്ട് കുറയുകയും കഴിഞ്ഞ തവണത്തേക്കാൾ 25% പേർ പുറത്തു ആകുന്ന സാഹചര്യമൊക്കെ നിലവിൽ SIR നടപടികൾ നടന്ന ഘട്ടത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ മന്ത്രി V ശിവൻകുട്ടി ആരോപണവുമായി രംഗത്തെത്തുകയും ഇന്ന് ബിനോയ് വിശ്വം ആ ആരോപണം ആവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി നിലനിൽക്കുന്നതിനിടയിലാണ് നിലവിൽ എന്തായാലും ചീഫ് സെക്രട്ടറി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിലൊരു കത്ത് നൽകിയിരിക്കുന്നത്. ശരി, വിജിൻ വായാന്തോടാണ് വിവരങ്ങൾ നൽകിയത്.